കഥകൾ കേൾക്കുന്നത് ആ രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ രാജ്യത്ത് കഥകൾ പറയുവാൻ കഴിവുള്ള ആളുകളെ കൊട്ടാരത്തിലേക്ക് വരുത്തി കഥകൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. കഥകൾ കേട്ട് അദ്ദേഹം ചിരിക്കുകയും കരയുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മറ്റ് രാജ്യകാര്യങ്ങളിൽ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. രാജ്യത്ത് രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോഴും ക്ഷാമം ബാധിച്ചപ്പോഴും മോഷ്ടാക്കൾ അഴിഞ്ഞാടിയപ്പോഴും രാജാവ് കഥകൾ കേട്ട് രസിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു വൃദ്ധ കൊട്ടാരത്തിൽ കഥകൾ പറയുവാനെത്തി. അവർ ഒരു രാജാവിൻ്റെ കഥയാണ് പറഞ്ഞത്. ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു രാജാവിൻ്റെ കഥ. അഴിമതിക്കാരായ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമുള്ള രാജ്യത്തിലെ രാജാവിൻ്റെ കഥ. ഒരിക്കൽ ആ രാജ്യം ശത്രുക്കൾ ആക്രമിച്ചു. പട്ടാളം ശത്രുക്കൾക്ക് കീഴടങ്ങി. രാജാവിനെ ബന്ധിതനാക്കാൻ ഒരുങ്ങി. വൃദ്ധ അല്പം നിർത്തി. രാജാവിന് ബാക്കി കേൾക്കുവാൻ ധൃതിയായി. വൃദ്ധ പറഞ്ഞു, ബാക്കി അവിടുന്ന് തീരുമാനിക്കുന്നത് പോലെയിരിക്കും. രാജാവിന് കാര്യം മനസ്സിലായി. തൻ്റെ തെറ്റു മനസ്സിലാക്കുവാൻ സഹായിച്ച വൃദ്ധയെ രാജാവ് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ഭരണകാര്യങ്ങൾ ജാഗ്രതയോടെ നിർവഹിക്കുകയും ചെയ്തു. ഉത്തരവാദിത്വങ്ങൾ മറന്ന് അലസരായി ജീവിക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പ്രത്യേകം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായുണ്ട്. ഒരു കുടുംബത്തിൽ പിതാവിനും മാതാവിനും മക്കൾക്കും അവരവരുടേതായ പ്രത്യേക ഉത്തരവാദിത്വങ്ങളുണ്ട്. അവ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് കുടുംബം അനുഗ്രഹീതമായി മാറുന്നത്. അതുപോലെയാണ് നമ്മുടെ സമൂഹവും രാഷ്ട്രവും. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വളർച്ചയ്ക്കും നന്മയ്ക്കുമായി പ്രവർത്തിക്കാൻ നമ്മെയും നമ്മുടെ ഭരണാധികാരികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തുമെന്ന് ദൈവവചനത്തിൽ പറയുന്നു.